ഹായ് ഓൾ, വെൽക്കം ടു CC പ്ലസ്. ഞാൻ അനന്തു. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LSSന്റെ ആണ്. അപ്പോൾ എല്ലാവരും LSSന്റെ പാർട്ട് 1 മാത്സിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിൽ നമ്മൾ വേർഡ് പ്രോബ്ലം പോലത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിൽ നമുക്ക് റെക്റ്റാങ്കിള്, അതിൻ്റെ പെരിമീറ്റർ, ഏരിയ, ഇതെല്ലാം കാണുന്ന ഒരു ഇക്വേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആ വീഡിയോ പോയി കാണുക കേട്ടോ. അപ്പോൾ അതിലെങ്ങനെയാണ് വേർഡ് പ്രോബ്ലംസ്, അതേപോലത്തെ യൂണിറ്ററി മെത്തേഡ് എന്ന് നമ്മൾ പറയും, അങ്ങനെയുള്ള മെത്തേഡിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് ഒന്ന് നോക്കുക. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതും അതേപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 9999 ൽ നിന്നും ഏത് സംഖ്യ കുറച്ചപ്പോഴാണ് 6354 മീൻസ് 6354 ഉത്തരം കിട്ടിയത്? വിച്ച് നമ്പർ വാസ് സബ്ട്രാക്റ്റഡ് ഫ്രം 9999 ടു ഗെറ്റ് ദ ആൻസർ 6354? 9999 നിന്ന് ഏത് സംഖ്യ കുറച്ചപ്പോഴാണ്, ആ സംഖ്യ നമുക്ക് തന്നിട്ടില്ല, ഏത് സംഖ്യ കുറച്ചപ്പോഴാണ് നിങ്ങൾക്ക് ഈ 6354 കിട്ടിയതെന്നാണ് നമ്മുടെ ചോദ്യം. ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ കുറയ്ക്കുമ്പോൾ, എങ്ങനെയാണ് ഈ ഒരു നമ്പർ എഴുതി മൈനസ് ഒരു നമ്പർ എഴുതുമ്പോഴല്ലേ നമുക്ക് ഈ ആൻസർ ആയിട്ടുള്ള 6354 വരേണ്ടത്. കണ്ട വരണ്ടേ? പക്ഷേ ഇവിടുത്തെ ഈ നമ്പറാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഇത് ആദ്യമേ ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ രീതി നമുക്കറിയാം, ഈ 999 മൈനസ് ഏതോ ഒരു നമ്പർ, ആ ഏതോ ഒരു നമ്പർ തരാത്ത നമ്പറിനെ സാർ വെറുതെ ഒരു എക്സ് എന്നും പറഞ്ഞു കൊടുത്തു, തരാത്ത ആളെ എക്സ് എന്ന് പറഞ്ഞു കൊടുത്തു. അതെന്താണ്? 6354 ആണ്. ഓക്കെ, ഇനി ഇതിൽ നിന്ന് എക്സിനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നെഗറ്റീവ് എക്സിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാലാണ് അത് പോസിറ്റീവ് എക്സ് ആവുക. ഇത് നിങ്ങൾക്ക് ഇച്ചിരി ടഫായിരിക്കും. അപ്പം എന്ത് വരും? 9999 ഇതിപ്പുറം വരുമ്പം -6354 ആണ് എക്സ് എന്ന് വരും. കണ്ടോ? അപ്പം ഈ എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ 99994 നിന്ന് 6354 കുറച്ചാൽ മതി. അത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ. സെയിം തന്നെയാണ് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ 999 നിന്നും ഏത് സംഖ്യ കുറയ്ക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഇപ്പം 12 നിന്ന് ഏത് സംഖ്യ കുറയ്ക്കുമ്പോഴാണ് 5 കിട്ടുക, അങ്ങനെയൊക്കെയുള്ള ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ ഉടനെ തന്നെ തന്നിരിക്കുന്ന ആൾക്കാരെ അങ്ങ് സബ്ട്രാക്ട് ചെയ്ത് വെച്ചോളാം. ഇവരെ എന്ത് ചെയ്യുക? -6354 വെച്ചിട്ട് സബ്ട്രാക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് എന്ത് വരും? 5 4 6 3 3645 എന്ന ആൻസർ വരും. ഓക്കെ, 9999 നിന്ന് 3645 കുറയ്ക്കുമ്പോഴാണ് നമുക്ക് ഇത് കിട്ടുക. ഇനി ഇത് ചെക്ക് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ഇത് ഇനി കറക്റ്റ് ആണോ നിങ്ങൾക്ക് ഡൗട്ട് തോന്നുവാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? 9999 എടുക്കുക. നമുക്ക് കുറയ്ക്കേണ്ട സംഖ്യ ഏതായിരുന്നു? 3645 അല്ലേ? അപ്പം ഇതങ്ങ് കുറച്ച് നോക്കിക്കോ. അപ്പം നമുക്ക് ഈ പറയുന്ന 6354 ആൻസർ വരുമോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തേ. 9 - 5 4 വരും, 9 - 4 5 വരും, 9 - 6 നമുക്ക് എന്ത് വരും? 3 വരും, 9 - 3 എന്ത് വരും? 6 വരും. 6354 കിട്ടി. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇത് നമ്മുടെ കൺഫേം ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്, നമുക്ക് മനസ്സിലാവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ നെക്സ്റ്റ് നമ്പർ ഇൻ ദ പാറ്റേൺ 6710 6820 6930? ഇതാണ് നമ്മളോടുള്ള ചോദ്യം. അപ്പൊ നോക്കിക്കേ, 6710 6820 6930. അടുത്ത സംഖ്യ ഏതാണ്? ഈ പാറ്റേണിൽ പോകുന്ന അടുത്ത സംഖ്യ ഏതാണ്? അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്താ നോക്കിക്കേ, എല്ലായിടത്തും ആദ്യം എന്താ വന്നിട്ടുള്ളത്? 6 ആ വന്നിട്ടുള്ളത്. 6666 പോവാണല്ലേ. അപ്പൊ 6 വന്നു. ഇനി അടുത്ത നമ്പർ നോക്കിക്കേ, 7 8 9 വന്നു. അപ്പൊ അടുത്തത് എന്തായിരിക്കും? 7 വന്നു, 8 വന്നു, 9 വന്നു. അത് കഴിഞ്ഞ് നോക്കി 10 വന്നു, 20 വന്നു, 30 വന്നു. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 9 കഴിഞ്ഞാൽ 10 ആ വരുന്നത്. അപ്പൊ ഇവിടെ അത് എന്താവും? 70 ആകും. 70 ആകും കേട്ടോ, 70 ആകും. കാരണം 69 കഴിഞ്ഞിട്ട് വരുന്ന ആൾ അവിടെ എന്താ? ഇപ്പം നമ്മളെല്ലാം 6 എഴുതിയെങ്കിലും ഞാൻ നിങ്ങൾക്ക് അത് മനസ്സിലാൻ വേണ്ടിയാണ് 6 എഴുതി. 9 കഴിഞ്ഞാൽ 10 ആ. അപ്പോൾ ആ 0 അവിടെ വന്ന് 10 ഇപ്പുറത്തേക്ക് ചാടൂലേ. സോ നമുക്കത് 70 ആയിട്ട് എടുക്കണം കേട്ടോ. 69 കഴിഞ്ഞാൽ അടുത്ത ആളത് 70 ആണ്. ഇനി ഇവിടെ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. അടുത്തത് എന്തായിരിക്കും? 4 വരും.
ലാസ്റ്റ് വരുന്ന ആളോ 0 0 0, ഇവിടെയും 0 വരും. ഓക്കെ, അപ്പം ഇങ്ങനെ വന്നു. ഇനി അടുത്ത ആളെയും കൂടെ നിങ്ങളൊന്ന് കണ്ടുപിടിച്ചേ. 70 40 കഴിഞ്ഞു. ഇനി അടുത്ത ആളെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 67 68 69 70 ആയി. അടുത്ത ആളിൽ വരുമ്പോൾ എന്ത് വരും? 71 വരും. 71 വന്നു. ഇനി അടുത്ത നോക്കി, ഇവിടെ 3 ആയിരുന്നത് 4 ആയി. ഇനി അടുത്തത് വരുമ്പോൾ എന്താവണം? 5 വരണം. സീറോസ് ഇവിടെ നിന്ന് ചാടി ചാടി ഇവിടെയും 0 വന്നു. അടുത്തതും എന്ത് വരണം? 0 വരണം. അപ്പം 7150. നിങ്ങൾക്ക് ഒരെണ്ണേ ചെയ്യാനുള്ളൂ. ഒരെണ്ണം കണ്ടുപിടിച്ചാൽ മതി. മാർക്ക് 1 ആണ് കേട്ടോ. മാർക്ക് ഇവിടുത്തെ 1 ആണ്. ഈ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ മാർക്ക് 1 ആണ്. നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ മാർക്കും 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. 46 100ഉം 213 10കളും 5000ഉം ചേർന്നാൽ സംഖ്യ ഏത്? അതാണ് ചോദ്യം. 46 100ഉം 213 10കളും 5000ഉം ചേർന്നാൽ സംഖ്യ ഏത്? ഇവിടെ നിങ്ങൾ ചെയ്യണത് എന്താണെന്നറിയോ? ഉടനെ തന്നെ നിങ്ങൾ ചെയ്യും 46 + 213 + 5 ഇങ്ങനെ അങ്ങ് ചെയ്തു വെക്കും. ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഇതെല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് കിട്ടുമോ? എന്താ അവിടെ ചോദിച്ചിരിക്കുന്നത്? വാട്ട് നമ്പർ ഈസ് 46 hundreds? അവിടെ പ്രത്യേകം പറയുന്നുണ്ട് 46 hundreds ആണ്. 46 100ഉം 213 10സും 213 10കളും 5000ഉം 5000ഉം ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഉടനെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം 46 × 100 കൊടുക്കുക. 100 എന്നുള്ളത് നമ്പറിൽ കൊടുക്കുക. ഇൻറ്റു ആക്കുക. 46 100 എന്ന് പറഞ്ഞാൽ 46 × 100 എന്നാക്കുക. അതെത്ര വരും നമുക്ക്? 4600. 4600 എന്ന് കിട്ടിയേ. ഇനി രണ്ടാമത്തേക്ക് 213 10കളും 213 × 10 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2130 വരും അല്ലേ? 2130 വരും. 2130 വരും. ഇനി അടുത്തത് 5000 ആണ്. 5 × 1000 അതെത്രയാ വരിക? 5000. ഇനി ഇവരെ എല്ലാവരെയും കൂടെയും കൂട്ടുക അല്ലേ? ചേർന്നാൽ, ഇവരെല്ലാവരും കൂടെ ചേർന്നാലുള്ള സംഖ്യ ഏത്? അപ്പം നോക്കിക്കേ. 0 3 6 1 7 5 4 9 10 11. അപ്പം എന്തെന്ന് കിട്ടി? 11,730. 11,730 രൂപയാണ്. മീൻസ് 30 ആണ്. ആ രൂപയല്ല, ആ ഒരു നമ്പറാണ് നമ്മുടെ ഇവരെല്ലാവരെയും കൂടെ കൂട്ടിയാലുള്ള ആൻസർ. സോ നിങ്ങൾ എന്ത് എഴുതണം? അവിടെ നിങ്ങൾക്ക് ഒരു കോളം ഉണ്ടാവും കേട്ടോ. 11,730. അപ്പം നിങ്ങൾക്കത് ഇങ്ങനൊരു കോളം തന്നിട്ടുണ്ടാവും. ഇതിനുള്ളിൽ വേണം എന്തെഴുതാൻ? ആൻസർ 11,730 എന്ന് എഴുതി വെക്കണം കേട്ടോ. അപ്പോൾ അത് കറക്റ്റ് ആവുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അവിടെ 1 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അതത്രയേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ LX ആൻഡ് XL ഇൻ റോമൻ ന്യൂമറൽസ്? റോമൻ ന്യൂമറൽസിൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ LX ആൻഡ് XL ഇൻ ദ റോമൻ ന്യൂമറൽസ്? റോമൻ സംഖ്യാ സമ്പ്രദായത്തിൽ LX-ഉം XL-ഉം തമ്മിലുള്ള വ്യത്യാസം എത്ര? അപ്പം ഈ റോമൻ ന്യൂമറൽസ് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? അതെല്ലാവരും പഠിച്ചിട്ടുണ്ടാവുമല്ലോ. നമ്മൾ I പോലെ എഴുതുവാണെങ്കിൽ അത് ഏത് നമ്പറാ? 1 എന്ന് നമ്മൾ പറയും അല്ലേ? ഇനി ഇങ്ങനെ നമ്മൾ എഴുതിയാൽ അത് എന്താണ്? 2 ആണ്. ഇങ്ങനെ എഴുതിയാൽ നമ്മൾ അവരെ എന്തെന്ന് വായിക്കും? 3 എന്ന് വായിക്കും അല്ലേ? 3 എന്നല്ലേ വായിക്കാം. ഇനി അടുത്ത് നോക്കിക്കേ. ഇങ്ങനത്തെ ഈ ഒരു വരകളുണ്ടല്ലോ ഈ 1ൻ്റെ, അതോ 3 പ്രാവശ്യം നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. നോക്കി, ഇവിടെ 1 2 3 പ്രാവശ്യമായി. ഇനി 4 എഴുതുമ്പോൾ നമ്മൾ ചെയ്യണ്ടേ, ഈ V എന്ന് പറയുന്നത് 5 ആണ് കേട്ടോ. V 5 ആണേ. 5ൻ്റെ തൊട്ടിപ്പുറ കൊടുത്താൽ മതി. 5ൻ്റെ തൊട്ടിപ്പുറ കൊടുക്കണം, ലെഫ്റ്റ് സൈഡിൽ കൊടുക്കണം. അപ്പോൾ അതെന്താ ഉദ്ദേശിക്കുന്നത്? 5ൽ നിന്ന് 1 കുറയ്ക്കുക. 5ൽ നിന്ന് 1 കുറയ്ക്കുക. ലെഫ്റ്റ് സൈഡിലേക്ക് കൊടുത്താൽ 5ൽ നിന്ന് 1 കുറയ്ക്കാനാണ് പറയണത് കേട്ടോ. അപ്പം 5ൽ നിന്ന് 1 കുറച്ച് എഴുതി. ഇപ്പം ആളെ കിട്ടി 4. അപ്പം നമുക്ക് 5 അറിയാലോ എന്താ? V. ഇനി 6 ആണെങ്കിലോ? ഞാൻ 10 വരെ ഒന്ന് എഴുതി കാണിക്കാം. 6 ആണെങ്കിൽ നോക്കിക്കേ, ഈ 5ൻ്റെ കൂടെ 1 കൂട്ടി ഫ്രണ്ടിലിട്ടു, റൈറ്റ് സൈഡിലിട്ടു. റൈറ്റ് സൈഡിലിട്ടാൽ എന്താ? കൂട്ടി കൂട്ടി പോവുക. 5ൻ്റെ കൂടെ 1 കൂട്ടുക.
ലെഫ്റ്റ് സൈഡിലിട്ട 5ൽ നിന്ന് കുറയ്ക്കുക. നോക്കിയേ, ഇത് കണ്ടോ, ഇങ്ങനെ എഴുതിയാൽ അത് 5ൽ നിന്നൊന്ന് കുറയ്ക്കാനാണ്. ഇനി അതിൻ്റെ റൈറ്റ് സൈഡിലിട്ടാലോ 5ന്റെ കൂടെ ഒന്ന് കൂട്ടാനാണ്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞില്ലേ ഈ ലൈൻ നമുക്ക് 3 പ്രാവശ്യമല്ലേ റിപ്പീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളെന്ന്. അപ്പൊ 7 എങ്ങനെ എഴുതും? 5, 1 6, 1 7. കണ്ടോ, 2 വര കൊടുത്തപ്പോൾ നമുക്ക് 7 കിട്ടി. ഇനി അങ്ങനെയാണെങ്കിൽ 8 എഴുതി നോക്കിക്കേ. 8 വരുമ്പോൾ എങ്ങനെ വരും? 5 കൊടുക്കുക, 6, 7, 8. കണ്ടോ, 8 വരെയായി. ഇനി 10നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്സ് എന്ന് പറയുന്നത് കേട്ടോ. 10നെയാണ് നമ്മൾ എക്സ് എന്ന് പറയുന്നത്. നമുക്ക് 4 വര വരയ്ക്കാൻ പറ്റില്ലല്ലോ, 9 എഴുതാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഈ 10ന്റെ ഫ്രണ്ടിൽ ഒരെണ്ണം കൊടുക്കണം. നമ്മൾ 5ന്റെ ഫ്രണ്ടിൽ ഒന്ന് കൊടുത്ത മാതിരി 10ന്റെ ഫ്രണ്ടിൽ ഒരെണ്ണം കൊടുക്കണം. അപ്പൊ നോക്കിക്കേ, 10ന്റെ ഫ്രണ്ടിൽ ഒരെണ്ണം കൊടുത്ത എന്താ? 10 - 1 9 എന്ന് നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെയാണ് 9 നമുക്ക് ആൻസർ ആയിട്ട് വന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ 10 ഈ എക്സ് 2 പ്രാവശ്യം എഴുതിയാൽ അത് 20ആയി. എക്സ് 2 പ്രാവശ്യം എഴുതിയാൽ അത് 20ആയി. എക്സ് 3 പ്രാവശ്യം എഴുതിയാൽ അത് 30ആയി. 3 പ്രാവശ്യമേ പറ്റത്തുള്ളൂ. 40 എഴുതാൻ പറ്റുമോ? 40 എഴുതാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയാണുള്ളത്. ബാക്കി ഞാൻ കാണിച്ചു തരാം. ഇവിടെ എല്ലിനെയാണ് നമ്മൾ 50 എന്ന് പറയുന്നത്. നമ്മൾ 40 എഴുതിയില്ല, 30 കഴിഞ്ഞിട്ട് 50ലേക്ക് ചാടി കേട്ടോ. എല്ലിനെ 50 എന്ന് പറയുന്നു. അപ്പൊ 40ന് എന്ത് ചെയ്യും? ഈ എല്ലിൽ നിന്നൊരു 10 കുറച്ചാൽ മതി. അപ്പൊ എവിടെ ഇടണം? എല്ലിന്റെ പുറകിലിടണം. അപ്പൊ ഇത് എന്തായി? 40ആയി. കണ്ടോ, 40ആയി. എല്ലിന്റെ പുറകിൽ എക്സ് വന്നാൽ അത് എന്തായി? 40ആയി. അപ്പൊ എല്ലിന്റെ മുമ്പിൽ ഒരു എക്സ് വന്നാൽ എന്താവും? എൽ 50 ആണ്, ഇത് 10. 50 + 10 എത്രയായി? 60ആയി. അപ്പൊ ഇത് ആരായി? 60. അപ്പൊ നോക്കിക്കേ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ, അല്ലെങ്കിൽ വ്യത്യാസം എന്ന് ചോദിച്ചാൽ എന്ത് പറയും? വ്യത്യാസം മൈനസ് ചെയ്യണം. ഏതിൽ നിന്ന്? ബിറ്റ്വീൻ LX ആൻഡ് XL. 60ൽ നിന്ന് 40 കുറയ്ക്കണം. കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 20. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാ? 20. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ LX ആൻഡ് XL ഇൻ റോമൻ ന്യൂമറൽസ് എന്ന് ചോദിച്ചാൽ 20 ആണ്. കാരണം XL നമ്മൾ കണ്ടുപിടിച്ചു 40 ആണ്, LX കണ്ടുപിടിച്ചു 60 ആണ്. അപ്പം ഇവിടെ നമുക്ക് LX നിന്നാണ് XL കുറയ്ക്കാൻ വന്നത് കേട്ടോ. അതുകൊണ്ടാണ് 60ൽ നിന്ന് നമ്മൾ 40 കുറച്ച് നമുക്ക് ആൻസർ 20 വന്നത്. ഓക്കെ, ഇനി 70 ഒക്കെ വരുവാണെങ്കിൽ എന്ത് ചെയ്യണം? LXX. അപ്പൊ എത്രയായി? 50, 60, 70. ഒരെണ്ണം കൂടെ ഇട്ട് അത് 80 ആവും കേട്ടോ. അങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് പഠിക്കുക കേട്ടോ. ഇതിന്റെ ആൻസർ നമുക്ക് ബോക്സിൽ എഴുതേണ്ടത് എത്രയാണ്? 20 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. ചില സന്ദർഭങ്ങളിൽ ഇത് ഇങ്ങനെ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ഓപ്ഷൻ ആയിട്ട് തരും. B40, C10, D30 ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് തരും കേട്ടോ. അപ്പോൾ ഇതിൽ ഏതാണോ കറക്റ്റ് ഓപ്ഷൻ അത് നമ്മൾ അവിടെ ടിക്ക് ചെയ്താൽ മതി. അവിടെ ടിക്ക് ചെയ്യാനായിട്ടായിരിക്കും അവസരം നിങ്ങൾക്ക് ഉണ്ടാവുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. രാജു തൻ്റെ കൈവശമുണ്ടായിരുന്ന 140 നെല്ലിക്ക 5 എണ്ണത്തിന് 8 രൂപ നിരക്കിൽ വിറ്റു. രാജുവിന് എത്ര രൂപ ലഭിക്കും? എന്താണ് ക്വസ്റ്റ്യൻ? ഹൗ മച്ച് മണി വിൽ രാജു ഗെറ്റ് ഇഫ് ഹി സെൽ 140 gooseberries he has at a price of Rs 845 each. എന്താ, രാജുവിൻ്റെ കയ്യിൽ മൊത്തം എത്രയുണ്ട്? ഒരു 140 നെല്ലിക്കയുണ്ട്. 140 നെല്ലിക്കയാണ് ആരുടെ കയ്യിലുള്ളത്? രാജുവിൻ്റെ കയ്യിലുള്ളത്. അതിൽ 5 എണ്ണത്തിന് 8 രൂപ. 5 എണ്ണത്തിനാണ് 8 രൂപ. 5 നെല്ലിക്കയ്ക്ക് മീൻസ് ഗൂസ്ബെറിക്ക് GB എന്ന് ഞാൻ കൊടുക്കുക. 5 ഗൂസ്ബെറീസിനാണ് എന്ത്? 8 രൂപ. 8 രൂപ എന്ന് പറയുന്നത്. അപ്പൊ നോക്കി, നമ്മുടെ ടോട്ടൽ നമ്മുടെ കയ്യിൽ 140 ഉണ്ടല്ലേ. അപ്പൊ ഈ 140നെ 5 വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കെല്ലാം പാർട്ടായിട്ട് കിട്ടൂലേ? 5 പാർട്ടുള്ള ആൾക്കാരായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂലേ? അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് എളുപ്പത്തിന് അവരെ ആദ്യം ഒന്ന് ചെയ്ത് നോക്കിക്കേ. 140 ഡിവൈഡഡ് ബൈ 5. 5 × 2 10. ബാലൻസ് 4 വന്നു. ഇത് നമ്മൾ താഴത്തോട്ടെടുത്ത് എഴുതി 40. ഇനി നോക്കിക്കേ, 5ൻ്റെ കൂടെ എന്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് 40 കിട്ടുക? 8 5s are 40. അപ്പൊ എത്ര കിട്ടി? 28. അപ്പൊ എത്ര 5 എണ്ണം വെച്ചിട്ടുള്ള പാർട്ടുകളുണ്ട്? 28 പാർട്സ് ആയിട്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തു അല്ലേ? 28 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ എത്ര രൂപ കിട്ടണം നോക്കി? 28 പാർട്സിന് ഒരു പാർട്ടിന്
ഒരു പാർട്ടിന് 5 രൂപയാണ്. ഒരു പാർട്ടിന് 5 രൂപ. ഇത് ഒരു പാർട്ടിന് 8 രൂപ. ഒരു പാർട്ടിന് 8 രൂപ. ഒരു പാർട്ടിന് 8 രൂപ. അപ്പം 28 പാർട്സ് ഉണ്ടെങ്കിൽ ഇവിടെ എന്താ ചെയ്യണ്ടേ? 28 ഇൻറ്റു 8 ചെയ്യണം കേട്ടോ. 28 ഇൻറ്റു 8 ആണ് ചെയ്യേണ്ടത്. ഞാൻ ഒന്നും കൂടെ എഴുതിയിടാൻ നോക്കിയാൽ 140 എണ്ണം ഉണ്ടായിരുന്നു. അതിന് നമ്മൾ 5 വെച്ചിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 28 കിട്ടി. ഓക്കെ. ഇനി ഒരു പാർട്ട് എന്ന് പറയുന്നത് എത്ര രൂപയാ? 5 എണ്ണം ഉണ്ടാവും അല്ലേ? ഒരു പാർട്ടിൽ 5 എണ്ണം ഉണ്ടാവും. അതിന് 8 രൂപയാണ്. അപ്പോൾ 28 എണ്ണത്തിൻ്റെ പ്രൈസ് അറിയാൻ എന്ത് ചെയ്യണം? 28നെ 8 വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. നോക്കിയേ, 28നെ 8 വെച്ചിട്ട് ചെയ്യുമ്പോൾ 224 റുപ്പീസ് എന്ന് നമുക്ക് ആൻസർ വരും. അപ്പോൾ ഈ പറഞ്ഞ രാജുവിന് എത്ര രൂപ കിട്ടി? 140 നെല്ലിക്കയായിരുന്നു ഉണ്ടായിരുന്നത്. 5 എണ്ണം വീതമുള്ള ഓരോ സെറ്റും 8 രൂപയ്ക്കാണ് വിറ്റത്. അങ്ങനെ വിറ്റ് വന്നപ്പോൾ എത്രയായി? 28 സെറ്റുകൾ ഉണ്ടായിരുന്നു അല്ലേ? 28 പാർട്ടുകൾ ഉണ്ടായിരുന്നു. അത് ചെയ്തു വന്നപ്പം 224 രൂപയായി. ഓക്കെ. അപ്പം ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇനി നമ്മൾ വേറൊരു രീതിയിൽ പറയുവാണെങ്കിൽ ഇവിടെ നമുക്ക് പറയുന്നുണ്ട് എന്താ? 5 എണ്ണത്തിനാണ് എന്ത്? 8 രൂപ. അപ്പോൾ ഒരെണ്ണത്തിന് കാണാൻ എന്ത് ചെയ്യണം? 8/5 എന്ന് നമ്മൾ കൊടുക്കും അല്ലേ? 8/5 എന്ന് കൊടുക്കും. അങ്ങനെയും ഈ 140യുടെ കൂടെ 140 ഇൻറ്റു 8/5 വെച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് വരും? ഈ സെയിം ആൻസർ തന്നെ വരും. അതിലും കുറച്ചും കൂടെ നിങ്ങൾക്ക് എളുപ്പം എന്താണ്? സാർ ഇപ്പോൾ പറഞ്ഞു തന്ന പോലെ പാർട്ടാക്കിയിട്ട് ആ പാർട്ടുകളെ നമുക്ക് 8 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ള രീതി. ഇപ്പം നമ്മുടെ CC+ൽ LSSൻ്റെ ഫ്രീ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനോടും പറയുക, നമുക്ക് ഓണപരീക്ഷയ്ക്ക് അടിപൊളിയായിട്ട് എഴുതണം, എല്ലാവർക്കും LSS സ്കോളർഷിപ്പ് എഴുതാം, അതിനൊന്നും ഒരു പ്രശ്നമില്ല, നിങ്ങൾ നന്നായിട്ട് പഠിക്കണം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ പഠിച്ച് സ്കോളർഷിപ്പ് എക്സാം എഴുതുക. അപ്പോൾ ഇതിൻ്റെ ക്ലാസ്സുകൾ കിട്ടാനായിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് ഇൻഡിവിജ്വൽ ട്യൂഷൻസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇനി ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? CC+ൻ്റെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ബോർഡ് നമ്പർ ഏതാ ഒന്ന് വായിച്ച് നോക്കിയേ. 9496949929 വിളിച്ച് നിങ്ങൾക്കുള്ള ഡൗട്ടോ കാര്യങ്ങളും ഇൻഡിവിജ്വൽ ട്യൂഷൻസിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ചോദിക്കാൻ പറ്റും കേട്ടോ. ഓക്കെ. അതേപോലെ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യിക്കുക. ഇതെല്ലാവർക്കും പഠിക്കാനുള്ളതല്ലേ, കോമൺ അല്ലേ, എല്ലാവർക്കും സ്കോളർഷിപ്പ് നേടാം. ഇന്ന ആൾക്ക് എനിക്ക് കിട്ടി അവന് കിട്ടാതെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങളെല്ലാവരും പഠിച്ച് നല്ല മാർക്ക് വാങ്ങി എല്ലാവർക്കും സ്കോളർഷിപ്പിന് എലിജിബിലിറ്റി ഉണ്ടാവും. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവരും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺഡ്.